ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും മിഷണറിമാരായിട്ട് പോകാൻ ആളുകളെ പ്രചോദിപ്പിച്ച ഒരു മണൽപ്പുറമാണ് മാരാമൺ. തീർച്ചയായിട്ടും ഇപ്പോൾ ആ മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സത്യത്തിൽ ആ മണ്ണിലൂടെ നമ്മൾ നടന്ന് ഈ മിഷൻ സ്ഥാപനങ്ങളുടെയൊക്കെ ആ സ്റ്റോളുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഇപ്പോഴും ഒരു ആ മിഷൻ മനസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോരിത്തെരിപ്പുളവാക്കുന്ന ചരിത്രം മാരാമൺ മണപ്പുറത്തിന് പറയാനുണ്ട്. അതാണ് കാഠ്മണ്ഡുവിലെ ആദ്യത്തെ ക്രിസ്തീയ സഭ 1952. അപ്പോൾ കാഠ്മണ്ഡുവിലെ ആദ്യത്തെയും നേപ്പാളിലെ രണ്ടാമത്തെയും ചർച്ച് ഈ ഗവൺമെന്റ് പെർമിഷൻ അല്ല. ഗവൺമെന്റ് ഒരു ആരാധന സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിക്ക് ഇന്നും ഗവൺമെന്റ് പെർമിഷൻ ഇല്ല. ഇന്നും ചർച്ച് രജിസ്റ്റർ ചെയ്യാൻ ഒക്കില്ല. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ജോൺ പുനലൂർ. ജോൺ പുനലൂരും ഞാനും പരിചയപ്പെടുന്നത് ഞങ്ങൾ ഒരുമിച്ച് മണക്കാല സെമിനാരിയിലുണ്ടായിരുന്നു. പിന്നീട് ദീർഘവർഷങ്ങളായി, കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി അദ്ദേഹം നേപ്പാളിലാണ്. നേപ്പാളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നേപ്പാൾ വലിയ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വലിയ കലാപം കഴിഞ്ഞ ഇടയെ അവിടെ നടന്നു. മാത്രവുമല്ല, അവിടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ എന്ത് സംഭവിക്കുന്നു? നേപ്പാളിലെ ക്രിസ്തീയ സഭകൾ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ ക്രിസ്തീയ മുന്നേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം? എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത്? അവിടെ വലിയ പീഡനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തൻ്റെ 3-3.5 പതിറ്റാണ്ടിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ആ പരിചയത്തിൽ, അറിവിൽ അദ്ദേഹത്തിന് പറയുവാനുള്ള കാര്യങ്ങൾ ഹാലലിയ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹം പറയുവാൻ പോവുകയാണ്. സ്വാഗതം ചെയ്യാം ജോൺ പുനലൂരിനെ. ഓക്കെ സാറേ, ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് തമ്മിൽ കാണുന്നത്. എനിവേ, കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് നേപ്പാളിൽ ജീവിച്ചു. നേപ്പാളിൻ്റെ ഒരു ചരിത്രവും അവിടുത്തെ ക്രിസ്തീയ മുന്നേറ്റത്തെക്കുറിച്ചും ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. തുടക്കമെന്നുള്ള നിലയിൽ സാറ് നേപ്പാളിലേക്ക് പോകാനുള്ള കാരണം എന്താ? എങ്ങനെയാണ് അതിനൊരു പ്രചോദനം ഉണ്ടായത്? വളരെ നന്ദി ഇങ്ങനെ ഒരു സമയം തന്നതിന്. 17-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനുശേഷം കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി ലഭിച്ചു. അതിനുശേഷം മണക്കാലയിൽ ഫെയ്ത്ത് തിയോളജി സെമിനാരിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ വർഷം എൻ്റെ വിളിയുടെ ഒരു കൺഫർമേഷൻ എനിക്ക് ലഭിച്ചു. എൻ്റെ മിഷൻ ക്രോസ് കൾച്ചറൽ മിഷൻ ആയിരിക്കണമെന്നുള്ളതിനെപ്പറ്റി ദൈവാത്മാവിൽ നിന്നൊരു ക്ലിയർ കൺഫർമേഷൻ ലഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സഹപാഠിയായ നേപ്പാളി സ്വദേശി, എന്നാൽ അദ്ദേഹം നേപ്പാളി സ്വദേശിയാണെങ്കിലും അരുണാചൽ പ്രദേശിലാണ് വളർന്നത്. ഡൽഹിയിൽ പഠിക്കാൻ വരുമ്പോൾ തിരുവല്ലക്കാരനായ മോൻസി എന്നുള്ള ഒരു സഹപാഠിയിലൂടെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം മണക്കാലയിൽ പഠിക്കാൻ വന്നു. മോൻസിയുടെ ആ റെക്കമെൻഡേഷൻ. അപ്പം മണക്കാലയിൽ വരുമ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സായി. ഞങ്ങൾ ഛത്രി എന്നാണ്, ദേവ്കുമാർ ഛത്രി. മണക്കാലയിൽ നമ്മൾ തോമസ് ഛത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സും ആയപ്പോൾ എൻ്റെ ക്രോസ് കൾച്ചർ മിഷൻ്റെ ആ പാഷൻ, അങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പലയിടത്ത് കേരളത്തിൽ ശുശ്രൂഷകൾക്ക് പോകാനും എൻ്റെ വീട്ടിൽ വന്ന് ദിവസങ്ങളോളം താമസിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് ഹോമായിട്ട് ഈ വീട് എൻ്റെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേപ്പാളിൽ എപ്പോഴും പെർസിക്യൂഷൻ കാര്യങ്ങളാണ് കേൾക്കാറുള്ളത്. മനോരമ പത്രത്തിലും മറ്റുമൊക്കെ ഇത്ര ക്രിസ്ത്യാനികളെ പിടിച്ചു, ഇത്ര പേരെ അറസ്റ്റ് ചെയ്യുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായി, ഒരു പ്രാവശ്യം നേപ്പാളിൽ നിന്ന് പോകണം. അദ്ദേഹം നേപ്പാളിയാണ്. അപ്പം എൻ്റെ ക്രോസ് കൾച്ചർ മിഷൻ്റെ ഒരു തീ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേപ്പാളിലൊന്ന് പോകണമെന്നുള്ള ചിന്തിച്ച് ഞങ്ങൾ ഏകദേശം 88 മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം കൈവശം പൈസയില്ല, അറിയാമല്ലോ ദേവാസിന് മണക്കാലിലെ ജീവിതം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അല്പമായൊരു ചെറിയ ഫണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കൈവശമാക്കി. അതിനുശേഷം 89-ൽ മണക്കാലയിൽ BTS 3-ാം വർഷം പഠിക്കുമ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു നേപ്പാളിലേക്ക് പോകാൻ. ആ സമയത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേപ്പാളിലെ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ്റെ ഏറ്റവും
പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. രാജഭരണം അവസാനിക്കുവാൻ തുടങ്ങുന്നു. ഡെമോക്രസിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് വളരെ ശക്തമായിരിക്കുന്ന ഒരു സമയത്ത് ഗിരിജാ പ്രസാദ് കൊയ്രാളയുടെ സമയത്താണ് അത് നടക്കുന്നത്. ഗണേഷ് മാൻ സിംഗ് ഇങ്ങനെയുള്ളവരുടെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു ഏറ്റവും വലുത്. അപ്പോൾ ആ സമയത്ത് നേപ്പാളിൽ ക്രിസ്ത്യാനിയായിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പൊതുവെ വളരെ പെർസിക്യൂഷൻ, പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഏക ഹൈന്ദവ രാഷ്ട്രമായിരുന്നു ആ സമയത്ത് അവർ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്ത് പാസ്റ്റർ MJ ജോസഫ്, പുള്ളി മലയാളിയാണ്, പുള്ളി ഒരു സ്വതന്ത്ര മിഷണറിയായിട്ട് നേപ്പാളിൽ വന്ന വ്യക്തിയാണ്. ആദ്യം AGയുടെ പൈനിയർ പ്രവർത്തനങ്ങളൊക്കെ പങ്കാളിയായതിനു ശേഷം അവിടെയുള്ള കാഠ്മണ്ഡുവിലുള്ള ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഛത്രിയെപ്പറ്റി അദ്ദേഹം കേൾക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹം മണക്കാലയിലേക്ക് വരുന്നു. അതിനു മുമ്പ് അവിടെ പ്രവർത്തിച്ചിരുന്ന, ആ ചർച്ചിൽ പ്രവർത്തിച്ചിരുന്ന K. സീപ്പൻ, പുള്ളി മർത്തോമാ സഭയുടെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹവും ഛത്രിയെപ്പറ്റി കേൾക്കുന്നു. ഇവർ രണ്ടുപേരും മണക്കാലയിൽ വരുന്നു. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണ് സംഭവിക്കുകയാണ്. ഞങ്ങൾ തയ്യാറെടുക്കുന്നു, അവർ വരുന്നു. പാസ്റ്റർ MG ജോസഫ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാൽ അവിടെ പോകാനുള്ള ഒരു സാഹചര്യമില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 1989 സെപ്റ്റംബറിൽ ഞങ്ങൾ ആദ്യമായി നേപ്പാളിലേക്ക് പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ബൈബിളിൻ്റെ പുറന്താളുകളൊക്കെ ഇളക്കി ഒരിടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ പൊതിച്ചൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്ന ബൈബിൾ, ഒരു ബൈബിൾ, നമ്മുടെ പേഴ്സണൽ ബൈബിൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടതുപോലെ തന്നെ വളരെ ക്രൂരമായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പല ദേവദാസന്മാരെയും. നിങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് പോയത്? പാസ്റ്റർ ജോസഫ് അവിടെയാണ്. അത് ഈ സിലിഗുരി ചെന്നിട്ട് അങ്ങനെയാണ് പോകുന്നത്? ഗോരഖ്പൂർ റാപ്തിസാഗർ എക്സ്പ്രസ്സിൽ കയറി ഗോരഖ്പൂരിൽ ചെന്ന് അവിടെ നിന്ന് ഒരു ദിവസം ബസ് യാത്ര ചെയ്ത്. അന്ന് അങ്ങോട്ട് പോകാനായിട്ട് വിസ കാര്യങ്ങളൊന്നും വേണ്ട. അന്ന് വിസ, ഇപ്പോഴും വിസയുടെ ആവശ്യമില്ല. അന്ന് ഒരു ID മതി. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ID, മണക്കാല കോളേജിൽ അന്ന് ID ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ വില്ലേജിൽ പോയി ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഫോട്ടോ പതിച്ച് അവിടുത്തെ ഒരു ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തു. അന്ന് വോട്ടർ ID-യോ മറ്റ് ID-കളോ ഒന്നുമില്ലാത്ത സമയമാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ പതിച്ച് അത് ബോർഡറിൽ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് കയറുന്നത്. അവിടെ അന്ന് ഈ കാഠ്മണ്ഡു സിറ്റിയിലോട്ടാണോ പോകുന്നത് അതോ ഗ്രാമങ്ങളാണ്? സിറ്റിയിലാണ്. നമ്മൾ നേരെ ഗോരഖ്പൂരിൽ നിന്നും ഇവിടെ വരുന്നു, ഭൈരവ എന്നുള്ള സ്ഥലത്ത് വരുന്നു. അവിടെ നിന്ന് ബസ്സിൽ കയറി കാഠ്മണ്ഡുവിലേക്ക്. കാഠ്മണ്ഡു സിറ്റിയിൽ ചെന്ന് പാസ്റ്റർ ജോസഫുമായിട്ട് സംസാരിച്ചു. അവരോടൊപ്പം 15 ദിവസം ചെലവഴിച്ചു. ഈ പെർസിക്യൂഷൻ എല്ലാം കാണുന്നു. ഒരിടത്ത് വളരെ ഭയാനകമായിരുന്നു. ഈ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തോ അവിടെ നടന്നുകൊണ്ടിരുന്നത്? ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയെ ഈ രാജഭരണം ഒരു ഫോറിൻ റിലിജ്യനായിട്ടാണ് കണ്ടിരുന്നത്. അതിനു മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ മൊണാർക്കി അല്ലെ ഷാ വംശ സ്ഥാപകനായ പൃഥ്വിനാരായൺ ഷാ. അപ്പോൾ ഈ പൃഥ്വിനാരായൺ ഷാ ആൻറ്റി കൊളോണിയലിസ്റ്റ് ആയിരുന്നു. അപ്പം നേപ്പാളിനെ വിദേശ ആധിപത്യത്തിൽ കൊണ്ടുപോകരുത് എന്നുള്ള നിലയിൽ അതിനൊരു തടയിടാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ക്രിസ്ത്യൻസ് എല്ലാ രാജ്യങ്ങളിലും ആദ്യം ബൈബിളുമായിട്ട് കയറും, അതിനുശേഷം അവർ ബയണറ്റ് ഉപയോഗിക്കുന്നു. ക്രിസ്ത്യൻസ് കം ടു ദ നേഷൻ വിത്ത് ബൈബിൾ ദെൻ വിത്ത് ബയണറ്റ്. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കാരണം ലോകത്തിൽ ഒരിടത്തും ബൈബിളും കൊണ്ട് കയറിയേച്ച് ബയണറ്റ് ഉപയോഗിച്ചതായിട്ടുള്ള ചരിത്രം ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ല. എങ്കിൽ തന്നെ ഇവർ കേൾക്കുന്നത് ഈ കൊളോണിയലിസം ആദ്യം മിഷണറീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ്. റോങ് ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അവർ ചെയ്തു. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ആൻറ്റി നാഷണൽസ് ആയിട്ടാണ് ഈ രാജഭരണം അവതരിപ്പിച്ചത്. ആ കാലത്ത് അവിടെ ക്രിസ്ത്യാനികൾ കാര്യമായിട്ടുണ്ടോ? ക്രിസ്ത്യാനിറ്റി അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ അല്പമായ ഒരു വളരെ മേ ബി 1000 അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ്. സത്യത്തിൽ ആദ്യം അവിടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി, നേപ്പാളിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു? ആക്ച്വലി ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം, ഒരു ഇൻഫ്ലുവൻസ് കപ്യൂച്ചിയൻ ഫാദേഴ്സാണ്. 17th സെഞ്ച്വറിയുടെ അവസാനം അവർ ടിബറ്റിലേക്കുള്ള യാത്ര, യൂറോപ്പിൽ നിന്ന് ടിബറ്റിലേക്ക് കപ്യൂച്ചിയൻ മിഷൻ പോകുന്ന സമയത്ത് അവർ നേപ്പാളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ടിബറ്റിൽ പോകുന്ന സമയത്ത് അവർ അവരെ അട്രാക്റ്റ് ചെയ്തപ്പോൾ അവർ കാഠ്മണ്ഡുവിൽ വന്നു. കുടുംബമായിട്ട് ഒരു ബന്ധപ്പെട്ട് അവർ ചില സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് ഇവർക്ക് കൊടുത്തു. അങ്ങനെ അവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അങ്ങനെ അവർ ഒരു ചെറിയ പ്രവർത്തനം കാഠ്മണ്ഡുവിൽ തുടങ്ങി, കപ്യൂച്ചിയൻ ഫാദേഴ്സ്. അപ്പം റോമൻ കാത്തലിക് ചർച്ചാണ് ആക്ച്വലി അവിടെ ഒരു പയനിയറായിട്ട്
തുടക്കം വരുന്നത്. പക്ഷേ അവർക്ക് കണ്ടിന്യൂ ആകത്തില്ല. കാരണം പൃഥ്വിനാരായൺ ഷാ വന്നു, ഈ മിഷണറിമാരെല്ലാം പുറത്താക്കി. അപ്പോൾ കുറച്ച് പേര് ഇന്ത്യയുടെ ബോർഡറിലേക്ക് വന്നു, ബാക്കിയുള്ളവർ തിരിച്ചു പോയി. ആ സമയത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന പലരും കാഠ്മണ്ഡുവിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഇന്ത്യയുടെ സിറ്റികളിലും പിന്നെ ബോർഡർ ഏരിയകളിലുമൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ തുടക്കം ഫാദേഴ്സ്. രണ്ടാമതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം 200-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും 1950-ൽ. അപ്പം അത് ചോദിക്കട്ടെ, ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷനുകളൊന്നും, അതായത് വിദേശ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഉള്ള മിഷൻ ഓർഗനൈസേഷൻസ് ഒന്നും ഈ നേപ്പാളിലേക്ക് വന്നില്ലായിരുന്നു ആ സമയത്ത്? ഇടയ്ക്ക് ഒറ്റപ്പെട്ടതായിട്ട് വല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലാതെ ഒരു വലിയ ഇന്ത്യയിൽ നടത്തിയതുപോലെ അല്ലെങ്കിൽ അവരുടെ മിഷൻ സ്റ്റേഷൻസ് ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ബോർഡർ സിറ്റികളിൽ, ഇന്ത്യയുടെ ബോർഡർ സിറ്റികളിൽ അവർ മിഷൻ സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട് നേപ്പാളിനകത്തേക്ക് വരാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ പാറ്റ്നയിലുള്ള റക്സോളിലുള്ള ഡങ്കൺ ഹോസ്പിറ്റൽ, അതൊരു പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻ്റ് ഒരു ഹോസ്പിറ്റൽ, ഇന്നും ആ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് നേപ്പാളികൾ ചികിത്സയ്ക്കായി വരുമ്പോൾ അവരോട് സുവിശേഷം പറയുകയും അവരിലൂടെ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബോർഡർ ഏരിയയിൽ മിഷൻ സ്റ്റേഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് എവിഡൻസുകൾ, റിട്ടൺ ഡോക്യുമെൻ്റ് ഇല്ല വലുതായിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ ചിന്തിക്കുന്നു തീർച്ചയായും വളരെ ത്യാഗപരമായ നിലയിൽ അകത്തൂടെ സുവിശേഷ പ്രവർത്തനം നടത്തിയവരുണ്ടാകാം. ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആരുമില്ലെന്ന് പറയാനൊക്കെ ഇല്ല, പക്ഷെ അത് ഡോക്യുമെന്റഡ് അല്ല. പക്ഷെ ഒരു ശക്തമായൊരു മൂവ് ഉണ്ടാക്കിയത് മലയാളികളാണ്. അവിടെ 50s അവർ വരുന്നു. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നു, ഒരു സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു ക്ലെയിം എടുക്കത്തക്ക നിലയിൽ ഞാൻ ആ ഭാഗത്തോട് യോജിക്കുന്നില്ല. കാരണം ദൈവപ്രവർത്തനം കൂട്ടായ ഒരു ശ്രമമാണ്. മനസ്സിലായി. എങ്കിലും മലയാളികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് 1950-ൽ മാർത്തോമാ സഭയിലെ 4 സഹോദരന്മാർ, പ്രത്യേകിച്ച് യവത്മാൾ സെമിനാരിൽ, ഇപ്പോഴത്തെ UBS യവത്മാൾ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നേപ്പാളിനെ പറ്റി ഒരു ദർശനം ലഭിച്ചു. അവർ ആദ്യമായി 1950-ൽ 3 സഹോദരങ്ങൾ റവറൻഡ് CK അത്യാലിയുടെ നേതൃത്വത്തിൽ അവർ നേപ്പാൾ വിസിറ്റിനായിട്ട് വന്നു. അതിനുശേഷം അവർ മടങ്ങി വന്നതിന് ശേഷം, ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുന്നു, അതിനുശേഷം 1952-ൽ അവർ ടീമായിട്ട് നേപ്പാളിൽ വരുന്നു, കാഠ്മണ്ഡുവിൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഈ മാരാമൺ കൺവെൻഷനിലൊക്കെ ഈ നേപ്പാൾ മിഷൻ എന്നുള്ളത് വളരെ ശക്തമായി അവർ അതിന് വലിയ പ്രൊമോഷൻ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രധാന കാര്യം 1917-ൽ സാധു സുന്ദർ സിംഗ് ടിബറ്റ് സന്ദർശിക്കുന്ന സമയത്ത് നേപ്പാൾ വഴിയാണ് ടിബറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നേപ്പാളിനെ ആ പരിതാപകരമായ അവസ്ഥ കണ്ട് അദ്ദേഹം ടിബറ്റിൽ പോയിട്ട് തിരിച്ച് നേപ്പാളിൽ വന്നു. അദ്ദേഹത്തെ ഗസ്റ്റ് സ്പീക്കറായിട്ട് 1970-ൽ മാരാമൺ കൺവെൻഷൻ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മിഷൻ മോട്ടിവേഷൻ നൽകാനിടയായി. നേപ്പാളിൽ ആര് പോകും, നേപ്പാളിലെ അവസ്ഥ ഇതാണ്. ആ സമയത്ത് ഒരു അമ്മച്ചി, ആ അമ്മച്ചിയുടെ മകനെ കയ്യിലെടുത്തുകൊണ്ട് സുന്ദർ സിംഗിൻ്റെ അടുത്ത് വന്നതായിട്ടാണ് ഞാൻ കേട്ടത്. വന്ന ശേഷം ഈ മകനെ ഞങ്ങൾ നേപ്പാളിന് വേണ്ടി സമർപ്പിക്കുന്ന അമ്മച്ചി പറയാനിടയായി. ആ മകനാണ് വേണ്ടിയിട്ട് CK അത്യാലി നേപ്പാളിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം മാരാമൺ കൺവെൻഷനിൽ പോയപ്പോഴും അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേൾക്കാനിടയായി. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സത്യത്തിൽ ഈ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു മിഷൻ മൈൻഡ് സെറ്റിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ച, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും മിഷണറിമാരായിട്ട് പോകാൻ ആളുകളെ പ്രചോദിപ്പിച്ച ഒരു മണൽപ്പുറമാണ് മാരാമൺ. തീർച്ചയായിട്ടും മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സത്യത്തിൽ ആ മണ്ണിലൂടെ നമ്മൾ നടന്ന് ഈ മിഷൻ സ്ഥാപനങ്ങളുടെയൊക്കെ ആ സ്റ്റോളുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഇപ്പോഴും ഒരു ആ മിഷൻ മനസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കോരിത്തെരിപ്പുളവാക്കുന്ന ചരിത്രം മാരാമൺ മണപ്പുറത്തിന് പറയാനുണ്ട്. തീർച്ചയായിട്ടും അത് ആ ഒരു ദർശനം അവർ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ വളരെ ഒരു ശക്തമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു. മാർത്തോമാ സഭയുടെ അങ്ങനെ ആ മാരാമണ്ണിൽ നിന്ന് ഉണ്ടായ ആ ഒരു മൂവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും മാർത്തോമാ സഭ നേപ്പാളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അല്ലേ? തീർച്ചയായിട്ടും അവർ ആരംഭിച്ചു. അവർ ആശ്രമ പ്രവർത്തനങ്ങളിലാണ് ആദ്യം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഏർപ്പെട്ടത്. അതിനുശേഷം നേപ്പാളിൽ വന്നു. അപ്പോൾ ഞാൻ ചരിത്രം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവർ നേപ്പാളിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ അവർ ക്രിസ്തു ശാന്തി സംഘം എന്നുള്ള ഒരു ആശ്രമ മോഡലിലാണ് അവരുടെ മിഷൻ സ്ട്രാറ്റജി തുടങ്ങിയത്. അതായത് അവർ മിഷണറിമാരൊരു സമൂഹമായി താമസിക്കുന്നു, ആശ്രമത്തിലേക്ക് ആളുകളെ ശ്രമിക്കുന്നു. ആ കൂട്ടത്തിൽ അവർ അഡോപ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്, ശാന്തി. അവർ ശാന്തി മറിയം എന്നാണ് പേര് കൊടുത്തത്. ആ സഹോദരി ഇന്നും നമ്മുടെ ചർച്ചിൻ്റെ ബാക്ക് ബോണാണ്. ഒരർത്ഥം പറഞ്ഞാൽ നേപ്പാളിലെ ആദ്യത്തെ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മതി. ഈ അച്ഛന്മാർ, ഈ സഹോദരങ്ങൾ ആ മകളെ എടുത്തു വളർത്തി
ആ സഹോദരിലൂടെ തന്നെ ഒരു വലിയ പ്രവർത്തനം അവിടെ ഓ ഉണ്ടാവുക. ശരി. അപ്പോൾ മലയാളികളുടെ ഇൻഫ്ലുവൻസ് ആക്ച്വലി 50 മുതലുണ്ട്. അതിനുശേഷം ഡാർജിലിംഗിൽ നിന്നും നേപ്പാളി നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മർത്തോമ സഭയുടെ ഈ അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതെന്തുകൊണ്ട് നിന്നുപോയി അതിനെക്കുറിച്ച് ആ ചരിത്രം ഒന്ന് പറഞ്ഞേച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഒന്നാമതായി അവർ വളരെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ ത്യാഗപരമായ ഒരു ശുശ്രൂഷയായിരുന്നു അവർ ചെയ്തു. വന്നതിന് ശേഷം അവർ കൂടുതൽ ഒരു മതപരിവർത്തനം എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു സാമൂഹ്യ സേവനം, ഒരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന സ്ട്രാറ്റജി ആയിരുന്നു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ അവിടെ വന്ന് അവരുടെ ഹയർ സ്റ്റഡീസ് നടത്തി. അതിനുശേഷം അതിലൊരാൾ ഡോക്ടർ ജോർജ് ജോൺ ഇന്നുമുണ്ട്. ഏകദേശം 95 വയസ്സോളം ഉണ്ട്. അദ്ദേഹം പൊഖ്ര എന്നുള്ള സിറ്റിയിലേക്ക് പോയി. കാരണം കാഠ്മണ്ഡുവിൽ അദ്ദേഹം ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊഖ്രയിലുള്ള കുട്ടികൾ അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. പൊഖ്രയിൽ പോയി താൻ തന്നെ മുള കൊണ്ടൊരു ഷെഡുണ്ടാക്കി ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ഇന്ന് നേപ്പാളിലെ പ്രശസ്തമായ പൃഥ്വി നാരായൺ ഷാ യൂണിവേഴ്സിറ്റി അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇന്നും അദ്ദേഹം പൊഖ്ര സിറ്റിയിൽ നേപ്പാളിലെ പൗരന്മാർ അദ്ദേഹത്തിന് ഓണറായിട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്ത് ലാൻഡ് കൊടുത്ത് ഇന്നും അദ്ദേഹവും വൈഫും രണ്ടുപേരും പൊഖ്രയിൽ ഉണ്ട്. ഇവരായിരുന്നു ക്രിസ്ത്യൻ സംഘത്തിൽ ഒരു അംഗമായിരുന്നു അവർ മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ മാർത്തോമ സഭയ്ക്കും പിന്നെ ഈ 4 മിഷണറിമാരുടെയും പ്രവർത്തനം വലുതാണ്. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ അതിനുശേഷം AGയുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും നമുക്ക് മറക്കാൻ. എന്നിട്ട് ഈ മർത്തോമ സഭ പറഞ്ഞു വരുമ്പോൾ അവരത് നിർത്തിയോ ഇപ്പോൾ? അതിൻ്റെ കാരണം അവർക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം ആദ്യം 4 അച്ഛന്മാർ അവർ വന്നു കോൺസിക്വൻ്റ്ലി. കാരണം കാഠ്മണ്ഡുവിൽ അവരൊരു സഭ ഒരു കൂട്ടായ്മ തുടങ്ങി. 52 ഒരു പ്രവർത്തനമായി തുടങ്ങി. അതാണ് കാഠ്മണ്ഡുവിലെ ആദ്യത്തെ ക്രിസ്തീയ സഭ 1952. അപ്പോൾ കാഠ്മണ്ഡുവിലെ ആദ്യത്തെയും നേപ്പാളിലെ രണ്ടാമത്തെയും ചർച്ച് ഗവൺമെന്റ് പെർമിഷൻ അല്ല. ഗവൺമെന്റ് ഒരു ആരാധന സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിക്ക് ഇന്നും ഗവൺമെന്റ് പെർമിഷൻ ഇല്ല. ഇന്നും ചർച്ച് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ നേപ്പാളിലെ രണ്ടാമത്തെ ചർച്ചും കാഠ്മണ്ഡുവിലെ ആദ്യത്തെ ചർച്ചുമാണ്. നേപ്പാളിലെ ആദ്യത്തെ ചർച്ച് രാംഘാട്ട് എന്നുള്ള ചർച്ച. അത് മന്ത്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മേ ബി 50. അതാരുടെ ചർച്ച? അത് ലോക്കൽ, അതൊരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. ഡാർജിലിംഗിൽ നിന്ന് കടന്നു വന്ന മിഷണറിമാർ തുടങ്ങിയതാണ്. അവർ പൊഖ്രയിൽ വന്ന് അവർ തുടങ്ങി. അതാണ് ആദ്യത്തെ ചർച്ച്. പക്ഷേ കാഠ്മണ്ഡുവിലെ ആദ്യത്തെ ചർച്ച് മർത്തോമ സഭ. ആ ചർച്ച് ഇപ്പോഴും ഉണ്ടോ? ആ ചർച്ചിലാണ് ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ ചർച്ച് ആദ്യം പുത്തലി സടക്ക് ചർച്ച് എന്നാണ് അറിയപ്പെട്ടത്. ഇപ്പോഴും ചർച്ചിന്റെ ലോക്കൽ ചർച്ചിന്റെ പേര് പുത്തലി സടക്ക് എന്നാണ്. എന്നാൽ കോമൺ നെയിം ബെച്ചാലോ ചർച്ച് എന്നാണ്. മർത്തോമ സഭയുമായിട്ട് അതിനിപ്പോൾ ബന്ധങ്ങളൊന്നുമില്ല. അതൊരു നോൺ ഡിനോമിനേഷണൽ ഇൻഡിപെൻഡന്റ് ചർച്ചായിട്ട് വരുന്നത്. ആർക്കും വന്ന് സംബന്ധിക്കാം. വളരെ താല്പര്യമുള്ള മർത്തോമ സഭയിലെ പല വിശ്വാസികളും കാഠ്മണ്ഡുവിൽ വരുമ്പോഴും ജോലി ചെയ്യാൻ വരുമ്പോഴും നമ്മുടെ ചർച്ചിലാണ് വരാറുള്ളത്. അങ്ങനെ ഒരു ഡിനോമിനേഷണൽ ഫോക്കസ് ഇല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് ഫോക്കസിലാണ് പോകുന്നത്. അപ്പോൾ മലയാളികളുടെ ഇൻഫ്ലുവൻസ്, ഒന്ന് മർത്തോമ സഭയുടെ ഇൻഫ്ലുവൻസ്, 2 AGയുടെ കാര്യം പറയുമ്പോൾ ഇസക്കിയൽ ജോഷുവ സാറിനെയും സാറേ ആ ഏജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ മർത്തോമ സഭയുടെ ആ വർക്ക് നിൽക്കാനുള്ള കാരണം കൂടെ ഒന്ന് പറഞ്ഞേച്ച് നമുക്ക്. അതിന് പ്രധാന 2-3 കാരണം. ഒന്ന് പെർസിക്യൂഷൻ ആയിരുന്നു, അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒത്തില്ല. രണ്ടാമതായി എത്ര വർഷത്തോളം അവർ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു? 52 തുടങ്ങിയ പ്രവർത്തനം 85 വരെ കൊണ്ടുപോയി. 85 വരെ ഉണ്ടായിരുന്നു. വളരെ ഞെരുക്കവും 30 വർഷത്തിലധികം അത് കണ്ടിന്യൂ ചെയ്തു. അപ്രീഷിയേറ്റ് വളരെ നല്ല നിലയിൽ കൊണ്ടുപോയി. പക്ഷേ അതിന് പ്രധാന കാരണം 1-2 അതിന് പിന്നിലുള്ള പിന്നോട്ട് വലിച്ചതിന് കാരണം, ഒന്ന് പെർസിക്യൂഷൻ, 2 അച്ഛന്മാർ വരാനില്ലാത്തൊരു സിറ്റുവേഷൻ, ക്ലൈമറ്റും ലാംഗ്വേജും ഒക്കെ ഉള്ളതുകൊണ്ട് പോകാനായിട്ട് ആളില്ല. 3-ാമതായി ആ സ്ഥലം 3 നേപ്പാളികളുടെ പേരിലായിരുന്നു. അവർ 2 പേര് ലാൻഡ് ക്ലെയിം ചെയ്തു. അത് പിന്നെ കേസ് സുപ്രീം കോർട്ടിലേക്ക് പോയി. കേസ് നടത്താനൊക്കാത്തൊരു സിറ്റുവേഷൻ ആയി. ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ സഭയുടെ തന്നെ വ്യക്തികളുടെ പേരിലായിരുന്നു ആ ലാൻഡ്. എന്തിനു വേണ്ടി സഭ അവിടെ ലാൻഡ് വാങ്ങി? പള്ളി പണിയാൻ. പാർലമെന്റിന്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ആ ചർച്ച്. പെർസിക്യൂഷൻ നടക്കുമ്പോഴും ഈ ചർച്ചിനെ ഗവൺമെന്റ് തുടരാൻ അനുവദിച്ചു. കാരണം നേപ്പാളി ചർച്ചല്ല, വിദേശി ചർച്ച എന്നുള്ള നിലയിൽ വിദേശികൾ എംബസി വരുന്നവരും ആ സമയത്ത് കുറച്ച് ഫോറിനേഴ്സ് ചർച്ചിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിദേശികളുടെ ഒരു ചർച്ച എന്നുള്ള നിലയിൽ, എന്നാൽ അകത്ത് നേപ്പാളി
സഭ വാങ്ങിയതാണ് ലാൻഡ്. അത് സഭ 3 പേരുടെ വ്യക്തികളുടെ പേരിൽ വാങ്ങി. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഡിസ്പ്യൂട്ട് ആയപ്പോൾ അത് കേസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അവർ അതായി. പിന്നെ 4ാമത് പെർസിക്യൂഷൻ്റെ കാരണത്താൽ സീപ്പൻ അച്ചായനെ പോലീസ് പിടിച്ച് 28 ദിവസം ജയിലിലിട്ടു. അതിനുശേഷം പിന്നെ മർത്തോമസയ്ക്ക് ഇവിടുന്ന് ആളിനെ അയക്കാൻ ഒക്കാതെ വന്നു. അപ്പം ആ ഒരു കാരണത്താലാണ്, നല്ല എഫർട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ലോക്കൽ ഒരു ബോഡി ഉണ്ടാക്കി അവരെ ഈ സഭയെ ഏൽപ്പിക്കാൻ. ആ സമയത്ത് അതിനുശേഷം പിന്നെ ഇപ്പം എന്നെ സ്ട്രെങ്ത് ഉണ്ട് ആ ചർച്ചിന്. ഇപ്പം നമ്മുടെ ചർച്ച ഏകദേശം 35-ലധികം ബ്രാഞ്ച് ഫെലോഷിപ്സ് ഉണ്ട്. പിന്നെ കാഠ്മണ്ഡുവിൽ ആ ചർച്ച് ഒരു വർഷിപ്പ് ഏകദേശം 500ഓളം പേർ അവിടെ ആരാധനിക്കുന്നുണ്ട്. അതുകൂടാതെ പല ബ്രാഞ്ച് ചർച്ചസും ഉണ്ട്. അതിൻ്റെ സീനിയർ പാസ്റ്ററാണ് ഇപ്പോൾ നമ്മുടെ ദേവകുമാർ ഛത്രി. ക്ഷത്രിയാണ് ഇപ്പോൾ അതിൻ്റെ സീനിയർ പാസ്റ്റർ. മുമ്പിൽ വേറെ ചരിത്രമുണ്ട്. അപ്പം അതിൽ ഒരു ശുശ്രൂഷനായി ഞാനും ഉണ്ട്. ഓക്കെ, അവിടുത്തെ അസോസിയേറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മർത്തോമാ സഭയ്ക്ക് ഈ മാരാമണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് അവിടേക്ക് ഒരു മിഷൻ ഉണ്ടായിരുന്നു. 85 വരെ അത് കണ്ടിന്യൂ ചെയ്തു. സഭ അവിടെ സ്ഥലം വാങ്ങി. പക്ഷേ പിന്നീട് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ അവർക്ക് തുടരാൻ പറ്റിയില്ല, മിഷൻ നിന്നുപോയി. ഓക്കെ, എങ്കിലും ആ ചർച്ച് ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളുമായി ആ പാരമ്പര്യവുമായി, അല്ലെങ്കിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റുന്ന ഒരു മിഷൻ ചരിത്രം മർത്തോമാ സഭയ്ക്ക് നേപ്പാളുമായി ബന്ധപ്പെട്ട് പറയുവേണ്ടത്, നേപ്പാളിലെ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിലെ ആദ്യത്തെ ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച്, അത് സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഈ മാരാമൺ മണൽപ്പുറത്തെ മിഷൻ ചിന്തകളാണ് അല്ലേ? അതുകൂടാതെ നമ്മളിത് പറയുമ്പോൾ തന്നെ വൺ സൈഡ് ആകാൻ പാടില്ല. അൺസീൻ വ്യക്തികളും പലരും ധാരാളം പല ഇൻഡിപെൻഡന്റ് വ്യക്തികളും ഈ കൂട്ടത്തിൽ വളരെ, പ്രത്യേകിച്ച് ലാൻഡ് ഡിസ്പ്യൂട്ടിന്റെ സമയത്ത് സഹായിച്ച അനേകം മലയാളികളുണ്ട്, മറ്റാളുകളുണ്ട്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ മുഖാന്തരമായിട്ട് ഇതൊരു നല്ല മിഷനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഇതിലേക്ക് വരുമ്പോൾ പിന്നെ AG ആണ് പിന്നീട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷൻ. AGയുടെ പ്രവർത്തനം മലയാളികൾ, ഞാൻ മലയാളി ഫോക്കസിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എസക്കിയേൽ ജോഷുവ ആ ദേവദാസൻ വന്നു. വളരെ ശക്തമായ AGയുടെ പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. 70s. അദ്ദേഹം അവിടെ ലോക്കലായിട്ട് ഉള്ള പല ചെറുപ്പക്കാരെയും ക്രിസ്തുവിലേക്ക് നയിച്ചു. തുടക്കത്തിലെ ചോദിക്കട്ടെ, ഈ എസക്കിയേൽ ജോഷുവ സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഞാൻ കഴിഞ്ഞ വർഷം പുള്ളിയെ ഞാൻ കാൺപൂരിൽ കണ്ടു. അദ്ദേഹം ഇപ്പം കാൺപൂരിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. വളരെ എക്സൈറ്റഡ്, ഇപ്പോഴും വളരെ. കഴിഞ്ഞ വർഷം നേപ്പാളിൽ വന്നിരുന്നു. നമ്മൾ അദ്ദേഹത്തെ അതിനുള്ള ആരോഗ്യമുണ്ട്, ഇപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുന്നു. അല്പശരീരം. ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രം മുഴുവൻ, പുള്ളി നേപ്പാളിൽ പോയ ചരിത്രം മുഴുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിവേ, അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മുടെ ഡി ജോഷുവ സാർ, അദ്ദേഹവും ഗ്രാമ അധ്യാപകനായിട്ട് ഇതോടൊപ്പം തന്നെ വളരെ ഹൈലൈറ്റ് ചെയ്യേണ്ട പല ആളുകളുണ്ട്. ഇത് ഒരർത്ഥത്തിൽ ഡയറക്റ്റ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് പെട്ടവരാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള അനേക മലയാളികളുണ്ട്. പ്രത്യേകിച്ച് നേപ്പാളിൻ്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് കേരള ടീച്ചേഴ്സാണ്. അതിൽ വർഗീസ് തോമസ് സാറ്, പിന്നെ അങ്ങനെയുള്ള വലിയ PA തോമസ് സാറ്, ഇപ്പോഴും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ നേപ്പാളിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുണ്ട്. പൂർവ്വ പ്രധാനമന്ത്രി ബാബുരാം ഭട്ട്റായ് മുതലായ വലിയ വലിയ നേതാക്കൾ ഇവരിലൂടെ വിദ്യാഭ്യാസം ലഭിച്ച് നേപ്പാളിലെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ മലയാളിയുടെ വലിയ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഈ പിന്നെ നമ്മൾ നേപ്പാളിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഒരു ഹൈന്ദവ രാജ്യം ആയിരുന്നു, രാജാക്കന്മാർ ഭരിച്ചിരുന്നു. അതെങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറി? കമ്മ്യൂണിസം എങ്ങനെ അവിടെ സ്വാധീനം? ആക്ച്വലി ഡെഫിനറ്റ്ലി പലരും പറയും ഈ ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം. എന്നാൽ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ബംഗാളിലെ ബംഗാളിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലുള്ളത്. ഐഡിയോളജി മാവോയിസ്റ്റ് ആണെങ്കിലും ഇൻഫ്ലുവൻസ് കൂടുതലും ഇന്ത്യൻ കമ്മ്യൂണിസവുമായിട്ടായിരുന്നു. അകത്തോടെ വല്ല ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് നേപ്പാളിൽ. അപ്പോൾ അത് രാജഭരണത്തിനെതിരെ നിന്നു, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് ഡെവലപ്പ് ആവുന്നു. ആ മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് അവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും മതേതര ആശയങ്ങളും നേപ്പാളിൽ പ്രചരിപ്പിച്ചു. ഏകദേശം 15,000 പേർ 10-15 വർഷത്തെ കോൺഫ്ലിക്റ്റ് കൊല്ലപ്പെട്ടു.
ഉണ്ട്. അങ്ങനെ രാജഭരണത്തെ അവർ അർത്ഥത്തിൽ ദുർബലമാക്കി. പക്ഷേ എങ്കിലും അല്ല, ഈ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവർ ഉണ്ടാക്കിയ കലാപങ്ങളിലൂടെ ആർമിയായിട്ടും ഉള്ള ഏറ്റുമുട്ടലുകള്, ഒളിപ്പോര് ഒക്കെ നടത്തി അല്ലേ? സിവിലിയൻസ് ഉൾപ്പെടെ, ആർമി, സിവിലിയൻസ്, പിന്നെ മാവോയിസ്റ്റ് ഉൾപ്പെടെ ഏകദേശം 15,000 പേർ കൊല്ലപ്പെട്ടു. അപ്പം ഈ ശരിക്കും ഈ ബംഗാളിലാണ് ഈ നക്സലിസം ഉടലെടുക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് നേപ്പാളിലെ കമ്മ്യൂണിസത്തിന്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായി എന്ന് പറയാം. വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. അതിനകത്തോടെ മറ്റു പല കാര്യങ്ങളുണ്ടാകാം. എങ്കിലും അതൊരു ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയോളജിക്കൽ പോരാട്ടം ആയിട്ട് അവർ തുടങ്ങിയെങ്കിൽ തന്നെയും ജനങ്ങൾ ഒരാവശ്യമായിട്ട് ഏറ്റെടുത്ത് രാജഭരണത്തിനെതിരെ തിരിഞ്ഞൊരവസ്ഥയായി. അതിൽ കമ്മ്യൂണിസം മാത്രമല്ല, നേപ്പാളി കോൺഗ്രസിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം കൂടി രാജഭരണത്തിൽ. ഈ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒരു വലിയ സ്വാധീനം നേപ്പാളിലുണ്ടല്ലോ. ഇപ്പോഴും അതങ്ങനെ തുടരുന്നു അതോ? ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ നേപ്പാൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. നോർത്തിൽ ചൈന, സൗത്തും വെസ്റ്റും ഈസ്റ്റും 3 ഭാഗവും ഇന്ത്യയാണ്. അപ്പോൾ 2-3 കാരണങ്ങളാൽ ഇന്ത്യയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് നേപ്പാളിനുണ്ട്. ഒന്ന് ഓപ്പൺ ബോർഡർ, ഭൂമിശാസ്ത്രപരമായ കാര്യം. രണ്ടാമതായി റിലിജിയൻ, മതപരമായിട്ട് ഹൈന്ദവ വിശ്വാസം, കൾച്ചർ. പിന്നെ മാത്രമല്ല നേപ്പാളിൻ്റെ എക്കണോമിക് സിറ്റുവേഷനിൽ ഓപ്പൺ ബോർഡർ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദര രാജ്യം എന്നുള്ള നിലയിൽ മാത്രമാണ് കേൾക്കുന്നത്. പക്ഷെ അത് ഒരർത്ഥത്തിൽ നേപ്പാളിൻ്റെ എക്കണോമിക് സിറ്റുവേഷനെ അത് നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മറ്റൊരു നിലയിൽ പല അതിർത്തികളും അതിനിടയ്ക്കുണ്ട്. ഇന്ത്യയുടെ ഒരു ഹൈ ഹാൻഡ്, ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്നു എന്നുള്ളൊരു. പിന്നെ മാത്രമല്ല ബോർഡർ ഏരിയയിലുള്ള ആളുകൾ ഹറാസ് ചെയ്യുന്ന സിവിലിയൻ ലെവലിലുള്ള അതിർത്തികൾ ഒക്കെ സാധാരണമാണെങ്കിലും മൊത്തത്തിൽ പറഞ്ഞാൽ നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ഡീപ്പാണ്. പൊളിറ്റിക്കൽ ലെവലിൽ വളരെ പലപ്പോഴും സെൻസിറ്റീവ് ഉണ്ടെങ്കിൽ തന്നെയും സിവിലിയൻ ലെവലിൽ, ജനങ്ങളുടെ ലെവലിൽ ഒരു നല്ലൊരു ഹാർമണിയിലാണ് പോകുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലതും ഉണ്ടാകാമെങ്കിൽ തന്നെയും പൊതുവെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ. ഓക്കെ, നമുക്ക് ഈ മിഷൻ കാര്യങ്ങളിലേക്ക് വന്നാൽ, ക്രിസ്ത്യാനിറ്റിയുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ, ക്രിസ്ത്യാനിറ്റി പിന്നെ ഈ പറഞ്ഞതുപോലെ 50കളിൽ അവിടെ ഒരു ചർച്ച് ഉണ്ടായി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മിഷൻ കേന്ദ്രങ്ങളുണ്ടായി. 1000-ൽ താഴെ ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് 50കളിൽ വരെ അങ്ങനെയായിരുന്നു. അതിനുശേഷം 70കൾക്കൊക്കെ ശേഷമുണ്ടായ ഒരു ക്രിസ്തീയ മുന്നേറ്റമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ 2000-ന് ശേഷവും വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ഈ രാജഭരണത്തിനുള്ള പോരാട്ടം 1990-ൽ ക്ലൈമാക്സ് ആകുന്നു. ആ സമയത്താണ് ഞങ്ങൾ നേപ്പാളിലേക്ക് കയറുന്നത്. രാജഭരണം 89-ൽ ചെല്ലുമ്പോൾ രാജഭരണമായിരുന്നു. 90-ൽ ചെല്ലുമ്പോൾ രാജഭരണം ഒരർത്ഥത്തിൽ അവസാനിച്ചിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, രാജാവ് ഹെഡായിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയിലേക്ക് വന്നു. ആ സമയം മുതൽ നേപ്പാളിൻ്റെ മറ്റ് മതസ്ഥർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് വർഷിപ്പ് ഈ പുതിയ വ്യവസ്ഥിതി കൊടുത്തു. ആ ഫ്രീഡം ഓഫ് വർഷിപ്പ് ഒരു വലിയൊരു മൂവ്മെൻറ്റിന് കാരണമായി. വിശ്വാസം, അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഘടകം ഫ്രീഡം ഓഫ് വർഷിപ്പ് അതിന്നും കണ്ടിന്യൂ ചെയ്യുന്നു. അതല്ല, ലീഗൽ സ്റ്റാറ്റസ് ഇല്ല, ഇപ്പോഴത് മാറ്റിയിട്ടില്ല. ഇല്ല, ഇപ്പോഴും ലീഗൽ സ്റ്റാറ്റസ് ഇല്ല ക്രിസ്ത്യൻസിന്. ക്രിസ്ത്യാനിറ്റി ഒരു പ്രസൻസ് അവർ അംഗീകരിക്കുന്നുണ്ട്. അതല്ലാതെ ലീഗലി ചർച്ച് രജിസ്റ്റർ ചെയ്യാനൊന്നും നോക്കുന്നില്ല. അപ്പോൾ അതൊരു കാരണമായി, ഒന്ന് ആ ഫ്രീഡം ഓഫ് വർഷിപ്പിനെ ഉപയോഗിച്ചു. 2, നേപ്പാളികൾ അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്തു. ആ രാജ്യങ്ങളിലെല്ലാം പോയി അവർക്ക് സ്വാതന്ത്ര്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. നേപ്പാളിൽ നിന്ന് ഓരോ വർഷവും 10,000-കണക്കിന് ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ പോലുള്ളത് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ ഗൾഫിലേക്കും ഒക്കെ വലിയ മൈഗ്രേഷൻ ഉണ്ടായി. പിന്നെ വലിയ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ആ മേഖലയിൽ വലിയ പ്രശ്നം. അപ്പം അങ്ങനെ ഉണ്ടായി. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ നേപ്പാളികൾ ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? അത് ഒരു ഫാക്ടറാണ്. നേപ്പാളിൽ എനിക്കറിയാം, ദുബൈയിൽ വളരെ ശക്തമായ നേപ്പാൾ ചർച്ചൊക്കെ ഉണ്ട്. നമ്മുടെ സഹോദരങ്ങൾ പലരും അവിടെ പ്രവർത്തിക്കുന്നു, ഖത്തറിലുണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്. അപ്പം അത് ഒരു കാരണമാണ്, മൈഗ്രേഷൻ ഒരു കാരണമാണ്. പിന്നെ അവിടുത്തെ ആളുകൾ സത്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് പല ചിന്തകളെയും മനസ്സിലാക്കാനും
അംഗീകരിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് ഈ 2-3 ഫാക്ടേഴ്സും ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഒരു ന്യൂ ഐഡിയ ആയിട്ട് ഏറ്റെടുത്തു. ഒന്ന്. രണ്ടാമതായി ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി നാം നേപ്പാളിൽ മനസ്സിലാക്കുമ്പോൾ ഒരു മാസ് കൺവേർഷൻ അല്ല നേപ്പാളിൽ നടക്കുന്നത്. നടക്കുന്നത് ഇൻഡിവിജ്വൽ കൺവേർഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല ക്രിസ്ത്യാനികൾ, ഇപ്പോൾ സോ കോൾഡ് എല്ലാ സമൂഹവും കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷനുള്ള എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. ഒരു പ്രത്യേക അടിച്ചമർത്തപ്പെട്ട സമൂഹമല്ല. ഏറ്റവും ഹൈ കാസ്റ്റ് മുതൽ മൊത്തത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഇവർ വരുന്നതെല്ലാം തന്നെ നേപ്പാളിൽ ഹീലിങ്ങിലൂടെയാണ് 90% ആളും വിശ്വാസം. അപ്പോൾ ഒരു പേഴ്സണൽ ടച്ച്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഓൾ ഓഫ് എ സഡൻ ഒന്നിച്ച് ഏതെങ്കിലും സാഹചര്യങ്ങളാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഫെയ്ത്ത് ലെവൽ വളരെ കുറവായിരിക്കും. കാരണം വേറൊരു മൂവ് ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒഴുകിപ്പോവും. അതേസമയം ഈ വ്യക്തിപരമായി ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അനുഭവത്തിലൂടെ, ഒരു അത്ഭുതത്തിലൂടെ, ഒരു വിടുതലിലൂടെ, രോഗസൗഖ്യത്തിലൂടെയൊക്കെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതവരെ കുറേ കൂടെ അതിനകത്ത് സ്ട്രോങ് ആക്കി ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല, ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടെ അവർക്കുണ്ടാകുകയും ചെയ്യും. അതൊരു പ്രധാന പേഴ്സണൽ കൺവിക്ഷൻ നേപ്പാളിലെ മിനിസ്ട്രിയിൽ. അതുകൊണ്ട് പെർസിക്യൂഷൻ്റെ സമയം ഇപ്പോഴും ആയിരുന്നാലും വളരെ സ്ട്രോങ് ക്രിസ്ത്യൻ ബിലീവേഴ്സിനെ നമുക്ക് നേപ്പാളിൽ കാണുവാൻ സാധിക്കും. അവരെ ആർക്കും മറ്റൊന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കില്ല. അവർ യേശുവായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അവർ മുന്നോട്ട് പോകും. അതൊരു ബ്യൂട്ടിയാണ് നേപ്പാൾ ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഒരു 15 ലക്ഷത്തിനടുത്ത് ആളുകൾ നേപ്പാളിൽ ക്രൈസ്തവരായിട്ടുണ്ടെന്നൊരു കണക്ക്. സെൻസസ് ആക്ച്വലി ഗവൺമെൻറ് പുറത്ത് വിടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ എങ്കിലും അനൗപചാരികമായ കണക്കനുസരിച്ച് അവർ തന്നെ പറയുന്നത്, ഒപ്പോണൻസ് തന്നെ പറയുന്നത് ഏകദേശം 30 ലക്ഷത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒഫീഷ്യൽ സെൻസസിൽ 5 ലക്ഷം 6 ലക്ഷമേ കാണിക്കുന്നുള്ളൂ. വി ഡോണ്ട് നോ, നമുക്കത് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ അവർ തന്നെ പറയുന്നത് ഏകദേശം 30 ലക്ഷത്തോളം ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ആകെ ജനസംഖ്യ എത്രയാണ് നേപ്പാൾ? 3 കോടി ജനങ്ങളാണ്. 3 കോടി പ്ലസ്. അതിൻ്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന കണക്കനുസരിച്ച് ഏകദേശം 10%-ലധികം ആളുകൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു എന്നാണ് അനൗപചാരമായിട്ടുള്ള കണക്കുകൾ പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഉണ്ടായ ഈ ജൻസി കലാപത്തിൻ്റെ ഒരു റൂട്ട്, അല്ലെങ്കിൽ അതിന് പ്രേരണയായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെന്നുള്ള ഒരു പ്രചരണമുണ്ട്. അത് വെറും ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെയല്ല. കാരണം രാജഭരണം അവസാനിച്ചതിന് ശേഷം പൊളിറ്റിക്കൽ ജനാധിപത്യ വ്യവസ്ഥ അവിടെ വന്നു. എന്നാൽ ആ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പാർട്ടികളുടെ ഇൻറ്റഗ്രിറ്റി ഒരു വലിയ പ്രശ്നമായി. ഭയങ്കര അഴിമതിയും, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഇതെല്ലാം കൊണ്ട് ഭരണം മാറ്റം, നെപ്പോട്ടിസം ഇതെല്ലാം ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു നിരാശയുടെ ഒരു അവസ്ഥയുണ്ടായി. അവർക്ക് അവിടെ തൊഴിൽ കിട്ടുന്നില്ല, അവർക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്നു. അതേസമയം അവരുടെ ഭരിക്കുന്നവർ, മന്ത്രിമാരുടെ മക്കൾ എല്ലാം വലിയ ആർഭാടപൂർണമായ ജീവിതം നയിക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു യങ് ജനറേഷൻ, ജെൻസി ജനറേഷൻ്റെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്നാൽ അതിനെ പല നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം അതൊരു മൂവ്മെൻ്റ് ആയിട്ട് മാറി. ആഫ്റ്റർ ഓൾ ഈ ആ മൂവ്മെൻറ്റിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അനന്തരഫലം പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് വീക്കായി. അപ്പം ജനങ്ങളിൽ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റിലേക്കും ഇൻഡിപെൻഡൻറ്റ് ലീഡേഴ്സിലേക്കുമുള്ള ആശ വർദ്ധിച്ചു. ഈ രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയുണ്ടോ? ഒരു അജണ്ടയാണ്, ഒരു പാർട്ടിയുടെ അജണ്ടയാണ്, ചില ആളുകളുടെ അജണ്ടയാണ്. പക്ഷെ മൊത്തത്തിൽ നേപ്പാളിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ രാജഭരണം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് നല്ല ഭൂരിപക്ഷവും. പക്ഷേ ഒരു സമൂഹം രാജഭരണം, കാരണം അതിനുള്ള പ്രധാന കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളല്ല അവിടെ. അതാണ് അതിനകത്തെ അടിസ്ഥാനപരമായ കാര്യം. അതാണ് പ്രധാനമായിട്ട്. ഓക്കെ, ഇപ്പം സംഭവിച്ചേക്കുന്ന ഇതിൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു എലക്ഷൻ നടക്കാൻ പോവുകയാണ് അല്ലേ? മാർച്ച് 5 ഇലക്ഷൻ നടക്കുക. ആ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനായിരിക്കും. യെസ്, ഇലക്ഷൻ്റെ 1-2 ചലഞ്ചസ്. നമ്പർ 1, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ വീക്കാണ് ഇപ്പോൾ. കാരണം പോലീസ് ഒരർത്ഥത്തിൽ അത്ര സക്രിയമായിട്ട് പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല. എന്നാൽ ആർമിക്ക് അത് കൊടുത്തിട്ടുണ്ട്. ആർമിയാണ് ഇലക്ഷൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു കാര്യം, അതൊരു ചലഞ്ച് നമ്പർ 1. നമ്പർ 2, ഡിസാറ്റിസ്ഫൈഡ്
മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരിപ്പോൾ നിഷ്ക്രിയമാകുന്നതുകൊണ്ട് അവരുടെ അസംതൃപ്തി ഇലക്ഷനിൽ പ്രകടമാകാം. അപ്പം മൂന്നാമതായി ജൻസി ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ലീഡർഷിപ്പ് മച്ചുവറായിട്ടില്ല. അവർ ചെറുപ്പക്കാരും ഒക്കെ പോകുന്നു. അപ്പോൾ രാഷ്ട്രീയ പരിചയമില്ല. രാഷ്ട്രീയ പരിചയമില്ലാത്തതുകൊണ്ട് അവരുടെ സ്ട്രാറ്റജിയും അവരുടെ പൊളിറ്റിക്കൽ എന്താണ് പറയുക പൊളിറ്റിക്കലായിട്ടുള്ള പ്രസൻറ്റേഷനും ഒക്കെ എത്രമാത്രം പരിണപ്പെടും എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ നാലാമതായിട്ട് ലീഡിങ് ഗ്രൂപ്പ് ഇതുവരെയും എമേർജ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഒരു ഡൈവേഴ്സ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അടുത്ത ഇലക്ഷൻ ഒരു വളരെ കയോസിലാണ് മൊത്തം കാര്യങ്ങൾ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ ആംഗിളിലാണ് ഈ ഇൻഫ്ലുവൻസിനെ റെപ്രസെൻ്റ്. ചിലപ്പോൾ ചൈനയുടെ ഇൻഫ്ലുവൻസ് പറയും, ചിലപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് പറയും, ചില സമയത്ത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് പറയും. ഇതൊക്കെ ഓരോ ആംഗിളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുമായിട്ടും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ടും നേപ്പാളിലെ ഭരണത്തിന് ഒരു ബന്ധമുണ്ടെന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതിന് പിന്നിൽ ഒറ്റപ്പെട്ട ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് പലതും ഉണ്ടാകാം. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, ഏത് ആംഗിളിലാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നേപ്പാളി ജനതയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ഫണ്ടമെൻ്റലിസ്റ്റുകളല്ല. മതപരമായി ആചാരങ്ങൾ തീവ്രതയുള്ളവരല്ല, മതസഹിഷ്ണുതയിൽ നേപ്പാളികൾ വളരെ മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആൻറ്റി റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനേക്കാൾ ഉപരിയായി ഒരു ടോളറൻസ് സെൻറ്റിമെൻ്റാണ് ജനറൽ നേപ്പാളി കമ്മ്യൂണിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരിടത്ത് റിലീജിയസ് പ്രൊവൊക്കേഷൻ നടത്തിയാലും ഒരു അല്പസമയത്തിനുള്ളത് അങ്ങ് ശാന്തമാകും. അല്ല, നമ്മളെല്ലാം ഒരുമിച്ച് പോകണം, നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്ത പൊതുവെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഹിൽ ഏരിയകളിൽ, പ്ലെയിൻ ഏരിയ ബീഹാറിനോട് യുപിയോടും ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫണ്ടമെൻ്റലിസ്റ്റും ഫണാറ്റിസ്റ്റും അതിൻ്റെതായ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഹിൽ ഏരിയകളിലെ നേപ്പാളികൾ പൊതുവെ മതസഹിഷ്ണുതയുള്ളവരാണ്. അവർ മറ്റു മതസ്ഥരെ പൊതുവേ അംഗീകരിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ മിഷൻസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നേപ്പാളിലേക്ക് കയറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യൻ അതിർത്തികളിൽ കേന്ദ്രീകരിച്ച് മിഷൻ ഓർഗനൈസേഷനുകൾ വർക്ക് ചെയ്യുന്നു. അല്ല, കാരണം പ്ലെയിൻ ഏരിയയിൽ മിഷൻ ഓർഗനൈസേഷൻ ഒത്തിരി സെറ്റപ്പ് വെച്ച് ഇപ്പോഴത്തെ, നേരത്തെ പെർസിക്യൂഷൻ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനെല്ലാം ഹിൽ ബെൽറ്റിലാണ്. കാരണം പ്ലെയിൻ ഏരിയയിലുള്ള ആളുകൾ കുറച്ചുകൂടെ സുവിശേഷത്തിൻ്റെ റിലക്റ്റൻ്റ് ആണ്. അപ്പോൾ ഹിൽ ഏരിയയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതസഹിഷ്ണുതയിൽ കുറച്ചുകൂടെ അവരതിൽ നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് ആ ഒരു നിലയിൽ ക്രിസ്ത്യാനിറ്റിയോടെ പൊതുവേ വലിയ എതിർപ്പ് ഇല്ല. അപ്പം അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതലും ഹിൽ ഏരിയയിൽ നടക്കുന്നത്. പ്ലെയിൻ ഏരിയയിൽ ചലഞ്ചസ് ഉണ്ട്. സാറൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സാറൊക്കെ അവിടെ? ഞങ്ങൾ സ്കൂൾ മിനിസ്ട്രിയാണ്. അത് കൂടുതലും ഒരു മതപരിവർത്തനം എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. മനപരിവർത്തനവും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും എന്നുള്ളതാണ്. ഞങ്ങൾ വിശ്വാസികളാണ്, യേശുവിനെ അറിഞ്ഞവരാണ്. ഞങ്ങളുടെ ഐഡിയോളജിയും വിശ്വാസവും അനുസരിച്ച് നമ്മൾ ഒരു സമൂഹത്തെ സേവിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ആരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാൻ ഫോഴ്സ് ചെയ്യാറില്ല. നമ്മുടെ സ്കൂളിൽ എല്ലാ മതസ്ഥരും പഠിക്കുന്നു. പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്നുള്ള ആ വാല്യൂസിൽ, ആ വെർച്യൂസിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പം ആ ഒരു നിലയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ ഫീൽഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞങ്ങളൊരു പ്രൈമറി സ്കൂൾ നടത്തുന്നു. ആ സ്കൂളിലൂടെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ഓക്കെ, സാറ് നേപ്പാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ദീർഘവർഷങ്ങളായിട്ട് അവിടെ പാർക്കുന്നു. ഒരു മിഷണറി അല്ലെങ്കിൽ എന്നുള്ളതിനേക്കാൾ സാമൂഹ്യ സേവനവും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും കൂടുതൽ ഇടപെട്ടിരിക്കുന്നു, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നു. സാറിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതായത് പുനലൂരാണ്, ജോൺ പുനലൂർ എന്ന് പറയുമ്പോൾ പുനലൂരാണ് സ്വദേശം. പുനലൂർ വിളക്കുവട്ടം അല്ലേ? അതെ, വിളക്കുവട്ടം എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നിന്നുള്ള ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ബാക്കി പശ്ചാത്തലം എന്നാൽ എൻ്റെ പേരൻസ് എൻ്റെ ഹീലിങ്ങിലോടുള്ള ബന്ധം, എൻ്റെ മൂത്ത 5 സഹോദരങ്ങൾ മരിച്ചുപോയി. അതിനുശേഷം 6ാമതായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് വിളക്കോട്ടം AG സഭയിലെ പാസ്റ്റർ KM തോമസ്, പാസ്റ്റർ PN സക്രിയ എന്നുള്ളവർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു സുവിശേഷം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ സുവിശേഷ പ്രവർത്തന മുഖാന്തരമായി എൻ്റെ പേരൻസ് വിശ്വാസത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ ജനിക്കുന്നു. കർത്താവ് എന്നെ
എൻ്റെ സഹോദരൻ വ്യത്യസ്തമായ നിലയിൽ സൗഖ്യമാക്കി. അങ്ങനെ അവർ AG സഭയുടെ അംഗങ്ങളായിട്ട് പോകും. പിന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം തൊട്ടടുത്തല്ല കൂടുതൽ മർത്തോമ വിശ്വാസത്തിലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ പേരൻസ്, എൻ്റെ ഫാദർ മരിച്ചുപോയി. മദർ ഇപ്പോൾ ഷാരോൺ ചർച്ചിൽ, വിളക്കോട്ടെ ഷാരോൺ ചർച്ചിൽ. വൈഫ്? എൻ്റെ വൈഫ് ലിസി. ലിസി ഈ വിളക്കോട്ടത്തിന് അപ്പുറത്തുള്ള വൻവള ലുള്ള IPC ചർച്ചിലെ മെമ്പറാണ്. മക്കൾ എനിക്ക് 2 മക്കൾ. മോൾ ഫെബി, മോളുടെ വിവാഹം നടക്കുകയാണ് അടുത്ത ആഴ്ച. അവളിപ്പോൾ ബാംഗ്ലൂർ ജോലി. വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഇപ്പോഴത്തെ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. മകൻ +2 നേപ്പാളിൽ പഠിച്ചതിന് ശേഷം ഇപ്പോൾ ബാച്ചിലർ പഠിക്കാനായി ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. ഓക്കെ, കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ തിരക്കിനിടെ, വിവാഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് അല്പസമയം വേറിട്ടിരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നേപ്പാളിലെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, നേപ്പാൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റി അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എതിർപ്പുകളുണ്ട്, പെർസിക്യൂഷനുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തന്നെ നേപ്പാളികൾ പൊതുവെ ക്രൈസ്തവ സമൂഹത്തോട് ഒരു താല്പര്യമുള്ള ഒരു സമൂഹമായിട്ട്, അല്ലെ മതസഹിഷ്ണുതയുള്ള ഒരു സമൂഹമാണ്. അവിടെ പ്രവർത്തിക്കുന്ന ഈ മിഷണറിമാരെ, സാമൂഹിക സേവനം നടത്തുന്നവരെ, സ്കൂളുകൾ നടത്തുന്നവരെ ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒപ്പം മാരാമൺ മണപ്പുറത്ത് നിന്ന് അവിടേക്ക് പോയി സുവിശേഷം അറിയിച്ച മിഷണറിമാരുടെ പാരമ്പര്യം നമുക്കുണ്ട്. ധാരാളം മലയാളി മിഷണറിമാർ നേപ്പാളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ആദരവോടെ ഓർക്കാം. നേപ്പാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു.